ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. വയനാട് കാട്ടിക്കുളം തോൽപ്പെട്ടിയിലെ ആദിവാസി യുവാവിന്റെ മരണം കൊലപാതകമെന്ന കുടുംബം. ശനിയാഴ്ച വൈകിട്ടാണ് കക്കേരി കാട്ടുനായ്ക്ക ഉന്നതിയിലെ 19-കാരൻ വിഷ്ണു മരിച്ചത്. കർണാടക അതിർത്തി പ്രദേശമായ കുട്ടയിലെ പെൺസുഹൃത്തിനെ കാണാൻ പോയ വിഷ്ണുവിനെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. തലയുടെ പിൻഭാഗത്ത് ഗുരുതരമായ മുറിവേറ്റ നിലയിലായിരുന്നു മൃതദേഹം. വിശദമായ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇന്നലെ നിലവിൽ വിഷ്ണു എന്നൊരു യുവാവ് ഇവിടെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. 19 വയസ്സ് പ്രായമുള്ളൂ. കൊടകിലേക്ക് പോയിട്ടാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. അത് കൊലപാതകമാണെന്ന സംശയം കുടുംബത്തിനുണ്ട്. അതിന് ബന്ധപ്പെട്ട് ഇന്ന് പട്ടികജാതി പട്ടികവർഗ മന്ത്രി കേളു മന്ത്രിക്ക് വേണ്ടി പരാതി കൊടുക്കാൻ പോവാണ്. ഇത് കേസ് എടുക്കണം. ഈ കേസ് എടുത്ത് കൂടുതൽ കേസിൻ്റെ ബാക്കി കേട്ടിട്ട് സാറുമാർ കേസ് എടുക്കണം. കിഴറ്റിൻ്റെ എടുത്ത് നമുക്ക് കൊടുക്കുന്നുണ്ട്. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ കുടുംബം അത് കൊലപാതകമാണെന്ന് സംശയിക്കുന്നു. ആരെങ്കിലും സംശയിച്ചുകൊണ്ടുള്ള പ്രതികരണം കുടുംബം നടത്തുന്നുണ്ടോ? കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. രാവിലെ കർണാടക അതിർത്തി പ്രദേശമായ കുട്ടയിൽ തന്റെ പെൺസുഹൃത്തിനെ കാണാൻ വേണ്ടി പോയതായിരുന്നു തോൽപ്പെട്ടി കക്കേരി ഉന്നതിയിലെ വിഷ്ണു എന്ന 19 വയസ്സുകാരൻ. എന്നാൽ പിന്നീട് ഇന്നലെ തിരിച്ച ചേതനയറ്റ ശരീരമായാണ് വിഷ്ണു തന്റെ വീട്ടിലേക്ക് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടാണ് കുടുംബം വലിയ ദുരൂഹത ഇതിലുണ്ട് എന്നുള്ള രീതിയിൽ ആരോപിക്കുന്നത്. രാവിലെ പെൺസുഹൃത്തിനെ കാണാനായി പോയ വിഷ്ണു പിന്നീട് അവിടെ നിന്ന് മറ്റു ചില ആളുകൾ ചേർന്ന് കർണാടക അതിർത്തിയിലുള്ള ഒരു ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ആ സമയം വിഷ്ണുവിന് ജീവനുണ്ടായിരുന്നില്ല. പിന്നീട് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി വിഷ്ണുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി മൃതദേഹം വീടിനടുത്തുള്ള ശ്മശാനത്തിൽ സംസ്കരിച്ചു. പക്ഷേ വിഷ്ണുവിന്റെ തലയുടെ പിൻഭാഗത്ത് ഒരു മുറിവുണ്ടായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല. പക്ഷേ കുടുംബത്തിന് വലിയ വിഷ്ണുവിന്റെ മരണത്തിൽ വലിയ സംശയങ്ങളുണ്ട്. ആ സംശയം ദൂരീകരിക്കപ്പെടുക തന്നെ വേണം. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ മന്ത്രി OR കേളുവിന് കുടുംബം പരാതി നൽകിയിട്ടുള്ളത്. വിഷ്ണുവിനെ ആരോ അപായപ്പെടുത്തിയതോ അല്ലെങ്കിൽ മർദ്ദിച്ചതോ ആയിരിക്കാം വിഷ്ണുവിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായതെന്നാണ് കുടുംബം പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ മന്ത്രിക്ക് പരാതി നൽകിയിട്ടുള്ളത്. സ്മൃതി. ശരി, ദീപക് മോഹനാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.